ഹായ്, എല്ലാവർക്കും മിയാര ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് വൈകിട്ട് നമുക്കൊരു പലഹാരം ഉണ്ടാക്കാം. ഒരു വെറൈറ്റി പലഹാരം ആണത്. എല്ലാവരും അരി കൊണ്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നത് റവ കൊണ്ടാണ്. റവ വെച്ച് നമുക്ക് പത്തിരി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടത് റവയിലേക്ക് വറുത്ത റവയാണ്. അതിലേക്ക് ഉപ്പിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് റവ ഒന്ന് കുതിർത്ത് വയ്ക്കുക. അപ്പോൾ ഈ റവപ്പത്തിരി ഉണ്ടാക്കുമ്പോൾ എനിക്കൊരു നല്ലൊരു ഓർമ്മയാണ്. അത് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാം. ഞാൻ ഫസ്റ്റ് ഡെലിവറി ടൈമിൽ എനിക്ക് ഭയങ്കര ഛർദിലൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുക ഒരു ദിവസം അമ്മ വനിത വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചേട്ടൻ്റെ അമ്മ, ഇവിടുത്തെ അമ്മ വനിത വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ പത്തിരിയുടെ റെസിപ്പി കണ്ടു. അത് അരി വെച്ചിട്ടായിരുന്നു പത്തിരി ഉണ്ടാക്കിയത്. അപ്പോൾ അമ്മ പറഞ്ഞു, മോളെ നമുക്കിന്ന് വൈകിട്ട് 4 മണിക്ക് ചായക്ക് പത്തിരി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് അമ്മ എടുത്ത സാധനങ്ങൾ തേങ്ങ, ചുവന്നുള്ളി, ജീരകം, വെളുത്തുള്ളി, ഇത് തന്നെ ഞാനും എടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾക്ക് ഇതൊന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കാം. ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കത് ഈ നമ്മൾ കുതിർത്ത് വെച്ച റവയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അമ്മ അന്ന് ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഉപ്പ് കൂടിപ്പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അമ്മ ഉണ്ടാക്കിയതല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ അങ്ങനത്തെ പലഹാരമൊന്നും വീട്ടിൽ ഉണ്ടാക്കി കഴിക്കൽ ഞങ്ങളുടെ വീട്ടിൽ കുറവായിരുന്നു. കാരണം വൈകിട്ട് ഞങ്ങൾക്ക് കിഴങ്ങോ കാച്ചിലോ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അന്ന് ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഈ നമ്മൾ ക്രഷ് ചെയ്ത ആ മിക്സ് ഇതിൽ റവയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കണം. ഈ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് പഞ്ചസാര ചേർക്കാം. അതൊരു ചെറിയ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ നമ്മുടെ കയ്യിൽ തടവിയിട്ട് നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നമ്മൾ ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ചപ്പാത്തിക്ക് കുഴക്കണ പോലെ നന്നായിട്ട് കുഴയ്ക്കാം. അതായത് കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. പിന്നീട് അമ്മ ആ പത്തിരി വീണ്ടും അമ്മ ഉണ്ടാക്കിയിട്ടോ. എന്താണെന്ന് വെച്ചാൽ എന്നെ 7ാം മാസം ഡെലിവറിക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ കാണാൻ വന്നപ്പോൾ അമ്മ വീണ്ടും ആ പത്തിരി തന്നെയാണ് ഉണ്ടാക്കി കൊണ്ടുവന്നത്. പക്ഷെ അത് എന്നത്തെയും അന്ന് ഉണ്ടാക്കിയ പോലെ ഉപ്പൊന്നും കൂടിപ്പോയിട്ടുണ്ടായിരുന്നില്ല. എല്ലാം കറക്റ്റ് പാകത്തിനാണ് അമ്മ അത് നോക്കി ഉണ്ടാക്കിയെടുത്തത്. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അമ്മേനോടത് പറഞ്ഞപ്പോൾ പിന്നെ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ അമ്മയും അച്ഛനും എല്ലാവരും അത് കഴിച്ചപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അപ്പം ഞാനിപ്പോൾ ചെയ്തേക്കുന്നത് പുട്ടുപൊടിയുടെ കവറ് തന്നെ മുറിച്ചെടുത്തിട്ട് അതിൻ്റെ ഉൾഭാഗത്ത് വെളിച്ചെണ്ണ തടവിയിട്ട് ഓരോ ഈ നമ്മൾ കുഴച്ച് വെച്ചേക്കണ മാവിൽ നിന്ന് ഓരോ ഉണ്ട എടുത്തിട്ട് പരത്തി ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാക്കി വെക്കണത്. അതിന് ശേഷം നമ്മൾ ഓയിലിൽ ചൂടായി കഴിയുമ്പോൾ അതിൽ ഓരോന്നും ഇട്ട് പൊരിച്ചെടുക്കണം. ഇങ്ങനെ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. സംഭവം നല്ല ടേസ്റ്റാണ്. കട്ടൻ ചായയുടെ ഒപ്പം അടിപൊളിയായിട്ട് പോകും. പിന്നെ ഇത് നല്ല പുറമേ നല്ല എന്താ പറയുക, നല്ല ക്രിസ്പിനെസ്സും ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. പിന്നെ നമ്മൾ പൊരിച്ച് കഴിയുമ്പോൾ കഴിക്കുമ്പോൾ ആ ജീരകത്തിൻ്റെയും ആ വെളുത്തുള്ളിയുടെയും ഉള്ളിയുടെയും ഒരു ടേസ്റ്റ് നമ്മൾ എന്താ പറയുക അത് ഇങ്ങനെ മുന്നിട്ട് നിൽക്കണില്ല. ആ മാവിനൊപ്പം നല്ല ടേസ്റ്റായിട്ട് ഉണ്ട്. അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി സ്നാക്കാണിത്. പൊരിച്ച് നമുക്ക് അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് കേട്ടോ പത്തിരി. കാരണം പണ്ട് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ അമ്മ ആ ഒരു ടൈമിൽ ഉണ്ടാക്കി തന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി. അങ്ങനെ ഞാൻ പിന്നെ എവിടെ പോയാലും പത്തിരി കഴിക്കാനായിട്ട് ഞാൻ നോക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പത്തിരി. എപ്പോഴും ഞാൻ ചൂസ് ചെയ്യാറ് ചായക്കടയിലൊക്കെ പോകുമ്പോൾ ചായ കുടിക്കുമ്പോൾ ബോണ്ട അല്ലെങ്കിൽ പരിപ്പുവട അങ്ങനെയൊക്കെയാണ് ഞാൻ ചൂസ് ചെയ്യാറ്. പക്ഷേ പിന്നീട് ഞാൻ ആ പത്തിരി കഴിച്ച ആ ടേസ്റ്റ് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ പിന്നെ പത്തിരി കഴിക്കാൻ നോക്കാറുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു ടേസ്റ്റും കടയിലത്തെ ടേസ്റ്റും വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ ചായയോടൊപ്പം നമ്മൾ അടിപൊളിയായിട്ട് പോകും. കട്ടൻ ചായയുടെ ഒപ്പം നല്ല ടേസ്റ്റായിട്ട് പോകും. അപ്പം ഞങ്ങൾ വൈകുന്നേരം സാധാരണ ഉപ്പുമാവോ അടയോ അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കാറ്. ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ ഓരോന്നും ഇങ്ങനെ പൊരിച്ചൊക്കെ കൊടുക്കും. അതിനൊപ്പം നമ്മൾ ചായയുടെ ഒപ്പം ഇന്ന് നമുക്ക് 2 ദിവസം തലേദിവസം ഉണ്ടാക്കിയ മാങ്ങാത്തേര ഉണ്ട് കേട്ടോ. മാങ്ങാത്തേരയും കട്ടൻ ചായയും പത്തിരിയാണ് ഇന്നത്തെ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, മിയാര ബ്ലോഗ്സ് എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും യൂട്യൂബിൽ കയറി മിയാര ബ്ലോഗ്സ് എന്ന് അടിച്ചു കൊടുത്താൽ ചാനൽ വരും. വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കണ്ടില്ലേ, പുറമേ നല്ല ക്രിസ്പിനെസ്സും ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. അപ്പോൾ മാങ്ങാത്തേരയുണ്ട് ഇന്ന്, പത്തിരിയുണ്ട്, കട്ടൻ ചായയുണ്ട്.